ഹലോ ഗായ്സ്, ഇന്ന് നമുക്ക് എഗ് KFC ഉണ്ടാക്കിയാലോ. ചിക്കൻ KFC എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു എഗ് KFC എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വളരെ സിമ്പിളായിട്ട് അതും തന്നെ കുറഞ്ഞ ചേരുവ വെച്ചിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. അപ്പോൾ അതിന് വേണ്ടി ഏകദേശം 3 മുട്ടയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ 3 മുട്ട പൊട്ടിച്ച് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച ശേഷം അതിനാവശ്യമായ ഉപ്പും മുളകും മറ്റു ചേരുവകളും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം. ഇനി പാനിൽ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഓംലെറ്റ് കൂട്ടൊഴിച്ച് നല്ലൊരു ഓംലെറ്റ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ 8 പീസായിട്ട് മുറിച്ചെടുക്കാം. KFC ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ബാറ്റർ ഉണ്ടാക്കുന്നതിന് വേണ്ടി 1 കപ്പ് മൈദ ഒരു പാത്രത്തിലും വേറൊരു പാത്രത്തിൽ ഒരു 3 ടീസ്പൂൺ മൈദ എടുത്ത് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു ബാറ്ററാക്കി ഒരു കൂട്ടാക്കി നമ്മൾ വെക്കാം. ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു പീസ് എടുത്ത ശേഷം ഓംലെറ്റിൽ ഒരു പീസ് എടുത്ത ശേഷം ഈ ബാറ്ററിൽ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. മുക്കിയെടുത്ത ശേഷം ഇനി പൗഡറിൽ വെച്ച് എല്ലാ വശവും കവർ ചെയ്യത്തക്ക വിധം ഒന്ന് ഒപ്പിക്കൊടുക്കാം. അതുപോലെ ഒന്നുകൂടെ ഡിപ്പ് ചെയ്തിട്ട് ഒന്നുകൂടെ നമ്മൾ മൈദപ്പൊടി വെച്ച് പൗഡർ ചെയ്ത് കൊടുക്കാം, കവർ ചെയ്ത് കൊടുക്കാം. ഇനി അതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാ ഓംലെറ്റ് പീസുകളും ഇതുപോലെ ഡിപ്പ് ചെയ്ത് കവർ ചെയ്ത ശേഷം നമ്മൾ എണ്ണയിൽ പൊരിച്ചെടുക്കാം. ഏകദേശം ബ്രൗൺ കളർ ആകുന്നതുവരെ നമ്മളിത് ഫ്രൈ ചെയ്യേണ്ടതാണ്. ബ്രൗൺ കളർ ആയ ശേഷം നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഈ KFC ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ KFC എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ്സ് പറയണേ. അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ കൂടുതൽ വീഡിയോയ്ക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.